കെമിസ്ട്രി എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്ന 9ാം ക്ലാസ്സിലെ മക്കൾക്ക് ചോദിക്കാൻ ചാൻസുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് പറഞ്ഞു തരട്ടെ. നമുക്കറിയാം ക്ലോറിൻ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ പൊട്ടാസ്യം പെർമാംഗനേറ്റും കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. ഇവ ചൂടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ് പൊട്ടാസ്യം ക്ലോറൈഡ്, മാംഗനീസ് ക്ലോറൈഡ്, പിന്നെ 8 മോളിക്യൂൾ ഓഫ് വാട്ടറും പിന്നെ 5 മോളിക്യൂൾ ഓഫ് ക്ലോറിൻ ഗ്യാസും. നമ്മൾ ഈ ലബോറട്ടറി പ്രിപ്പറേഷൻ്റെ പിക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ക്ലോറിൻ ഗ്യാസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, വാട്ടറിലൂടെ കടത്തിവിടും. അതിനുശേഷം ഹൈഡ്രോക്ലോറിക് ആസിഡിലൂടെയും കടത്തിവിടും. അതിനുശേഷമാണ് നമ്മൾ ഗ്ലാസ് ജാറിൽ നമ്മൾ ക്ലോറിൻ സ്വീകരിക്കുന്നത്. ഈ ക്ലോറിൻ ഗ്യാസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പേഴ്സും റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലോറിൻ ഗ്യാസിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഈ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്ന വേപ്പേഴ്സിനെ മൊത്തമായിട്ടും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാട്ടറിലൂടെ കടത്തിവിടുന്നത്. ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പേഴ്സ് വാട്ടറിൽ ഫുള്ളായിട്ട് ഡിസോൾവ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ക്ലോറിൻ്റെ കൂടെ 8 മോളിക്യൂൾ ഓഫ് വാട്ടർ ഉണ്ടാവുന്നുണ്ടെന്ന്. ഈ വാട്ടർ വേപ്പറിനെ മൊത്തമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നത്. ക്ലോറിൻ എയറിനെക്കാട്ടിലും ഡെൻസർ ആയതുകൊണ്ടാണ് നമ്മൾ കോണിക്കൽ ഫ്ലാസ്ക് ഇങ്ങനെ അപ്രൈറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ആ ക്ലോറിൻ വന്ന് അവിടെ വന്ന് വീണോളും.